കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുന്നു. ബി.ജെ.പി പാളയത്തിലാണ് എന്ന തരത്തിൽ വലിയ തോതിൽ കിംവദന്തികൾ വരുന്നു. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കോൺഗ്രസിന്റെ ഒരു വലിയ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിൽ ശശി തരൂർ പൂർണ്ണ നേരം പങ്കെടുത്തു. മാത്രമല്ല, നേതാക്കളുമായിട്ടൊക്കെ പൊട്ടിച്ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ശശി തരൂർ വീണ്ടും കോൺഗ്രസ് നേതാക്കളെ കബളിപ്പിക്കുന്നു. അതല്ല, ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു നേതാവായി മാറുന്നു. എങ്ങനെ വിലയിരുത്തും നമ്മൾ? അല്ല, എനിക്ക് തോന്നുന്നത് ശശി തരൂരിൻ്റെ മോഹ വലയത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അംബീഷൻസിൽ, പൊളിറ്റിക്കൽ അംബീഷൻസ് ഉണ്ടല്ലോ, ഇനി എന്തൊക്കെ അവശേഷിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് ഉത്തരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശശി തരൂർ പലപ്പോഴും കോൺഗ്രസ് വിട്ട് ബി.ജെ.പി പാളയത്തിലേക്ക് പോകുന്നു എന്ന തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സംശയിച്ചത് അദ്ദേഹം പോകാനിടയുള്ളത് എങ്ങോട്ടാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇനി മോഹിക്കാൻ ഈ എവിടെയും എത്താത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ടത്തിലല്ലല്ലോ അദ്ദേഹം. ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ലോകത്തിലെത്താവുന്ന ഏറ്റവും ഉയർന്ന പദവികളിൽ ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ തന്നെ എത്തിക്കഴിഞ്ഞ ഒരാളാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് എത്തി, അതിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി വരെ എത്തി, എന്നിട്ട് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചു. അങ്ങനെ പോകുന്ന ഒരാളാണല്ലോ. ഇന്ത്യയുടെ ലോകത്തിലെ അക്കാലത്തെയും ഇക്കാലത്തെയും ഏത് രാഷ്ട്രത്തലവരെയും നേരിട്ട് വിളിച്ച് റിങ്ങിയാൻ ഒരു ബന്ധമുള്ള ഒരാളാണല്ലോ. ബറാക്ക് ഒബാമയെ അദ്ദേഹം നേരിട്ടാണ് ഡയൽ ചെയ്തത്. അങ്ങനത്തെ ഒരു ആ ഒരു ബന്ധമുള്ള ഒരാൾക്ക് ഇനി എന്താണ് രാഷ്ട്രീയത്തിൽ നേടാനുള്ളത്? അപ്പം ഞാൻ ആദ്യകാലത്ത് ഈ ഡിസ്കഷൻ നടക്കുമ്പോൾ, ഇത്തരം അനാലിസിസ് നടക്കുമ്പോൾ തരൂർ എങ്ങോട്ട് പോകാനാണ് സാധ്യത? ഒന്ന്, ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിന് ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പോലുള്ള മോഹങ്ങൾ ഉണ്ടാവുമോ? അദ്ദേഹം തന്നെ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അനാകർഷകമായ പദവികളാണ്. ഒരു നമ്മൾ അങ്ങനെ ഉണ്ട്, യാന്ത്രികമായി ഇരുന്നു കൊടുക്കാവുന്ന ഒരു പദവിയാണ്. അവിടെ നമുക്ക് കാര്യമായി അധികാര പദവികളൊന്നും അല്ല. പിന്നെ ഞാൻ വിചാരിച്ചത്, ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി വരെ ആയ ഒരാളാണ്. ഒരു പക്ഷേ ഇനിയിപ്പോൾ വിദേശകാര്യ മന്ത്രി എന്നൊരു പദവി. അപ്പോൾ അതിനെക്കുറിച്ചും പിന്നീട് ഒരിക്കൽ പരോക്ഷമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഐക്യരാഷ്ട്രസഭയിൽ പോയിരുന്ന ഒരാൾക്ക് വേറെ ഇന്ത്യക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ പോയിരുന്ന ഒരാൾക്ക് വേറൊരു പദവിയിൽ പോയിട്ട് ലോകരാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കേണ്ടതില്ല. അതും അപ്പോൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു. മൂന്നാമത്തെ ഒരു സാധ്യതയുള്ളത്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളിൽ അദ്ദേഹം MP ആയി, കേന്ദ്രമന്ത്രിയായി അവശേഷിക്കുന്ന ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ ലോകപ്രശസ്തനാണ്. മാത്രമല്ല, ഇവർക്കൊന്നും ഇല്ലാത്തൊരു വലിയ ലോകം അദ്ദേഹത്തിനുണ്ട്. അത് എഴുത്തും വായനയും സാഹിത്യവും സംസ്കാരവും ഒക്കെയാണ്. മാത്രമല്ല, അതിമനോഹരമായ പ്രഭാഷണങ്ങളാണ്. ഇന്ത്യൻനെസ്സിനെ കുറിച്ച് അദ്ദേഹം ലോക യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രഭാഷണങ്ങളുണ്ട്. മാത്രമല്ല, ഇവരിപ്പം ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം വരാൻ പോകുന്ന സാധനം എന്താണെന്നറിയോ? ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് അതിരൂക്ഷമായിട്ട് എഴുതുകയും പറയുകയും ചെയ്ത ഒരാളുമാണ്. അത് നമ്മൾ കാണണം. കോൺഗ്രസിനെതിരെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ദിരാഗാന്ധിക്കെതിരെ പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിനെതിരെ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അത് ആസ് എ റൈറ്റർ, ആസ് എ ക്രിയേറ്റീവ് റൈറ്റർ അദ്ദേഹത്തിന് പറയാവുന്നതുമാണ്. ഇപ്പോൾ പക്ഷേ എന്താണ് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്ററോ അല്ലേ, ആ നരേന്ദ്രമോദിയെ കുറിച്ചൊക്കെ രൂക്ഷമായി കുറിച്ച് ഉന്നയിച്ച ഒരാളാണ് അദ്ദേഹം. ബി.ജെ.പി ആയാൽ അതൊക്കെ എടുത്ത് ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് ന്യായമായി ഊഹിക്കാവുന്നത്, രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഊഹിക്കാവുന്നത്, ഇനി അദ്ദേഹത്തിൻ്റെ പട്ടികയിൽ, അദ്ദേഹത്തിൻ്റെ അംബീഷൻസിൻ്റെ പട്ടികയിൽ വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അത് സിനുജി പറഞ്ഞൊരു കേസാണ്. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അത് സത്യത്തിൽ ചെയ്യേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിലെ ഈ 16 മുഖ്യമന്ത്രിമാരുടെ പേര് പറയുന്നുണ്ടല്ലോ, അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നാൽ. അത് സാധ്യമല്ലാത്ത കാലത്ത് പിന്നെന്താ സാധ്യത? അത് കോൺഗ്രസ്സിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി. കോൺഗ്രസ് പൊളിറ്റിക്സ് എന്താണ്, കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തിയും ദൗർബല്യവും എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തെ എങ്ങനെ കുത്തി പുറത്താക്കാം എന്നല്ലാതെ ഇദ്ദേഹത്തെ എങ്ങനെ അകത്ത് നിർത്താം, അദ്ദേഹത്തെ എങ്ങനെ മുന്നിൽ നിർത്താം എന്നൊരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കളയണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനോട് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഇന്ത്യൻ പാർലമെന്റേറിയൻ എന്ന നിലയിൽ വളരെ ശക്തമായി രാജ്യത്തിൻ്റെ കൂടെ നിൽക്കും, ആരെതിർത്താലും നിൽക്കുമെന്ന നിലപാട് അദ്ദേഹം എടുത്തത് അങ്ങനെയാണ്. അല്ലാതെ ബി.ജെ.പിയിൽ പോകാനാണ് എന്ന് നമ്മൾ വിചാരിച്ചതിൽ പെശകുണ്ടാവും. പക്ഷേ ഇനി വേണ്ടത് എന്താണ്? ഇനി വേണ്ടത് അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് ആഗ്രഹിക്കാവുന്നൊരു പോസ്റ്റാണ്. അതിന് കോൺഗ്രസ് അദ്ദേഹത്തെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല, ആ നിലയിലേക്ക് എത്തിച്ചിട്ടുമില്ല. ഇപ്പോഴും അവർ പറയുന്ന കൂട്ടത്തിലൊന്നും
അദ്ദേഹത്തിന്റെ പേരില്ല, ശശി തരൂരില്ല. ശശി തരൂരിനെ മാറ്റി നിർത്തിയിട്ടുള്ള ആലോചനകളാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ നിലവിൽ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാൾ ശശി തരൂർ തന്നെയാണ്. ഈ ശശി തരൂരിന് ഈ പറയുന്ന പോലെ രാജ്യാന്തര തലത്തിലുള്ള ബന്ധങ്ങളുണ്ട്, കേരളത്തിൽ വലിയ ബന്ധങ്ങളുണ്ട്, കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ വക്താവായിട്ട് നിൽക്കില്ല. പക്ഷേ ഈ ശശി തരൂര് പറ്റിയ കാൻഡിഡേറ്റ് ആണെന്ന് ആദ്യം കണ്ടെത്തിയ മുസ്ലിം ലീഗായിരുന്നു. ഇടക്കാലത്ത് മുസ്ലിം ലീഗ് ശശി തരൂരിനെ അവരുടെ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുപ്പിക്കുന്നു. പലയിടങ്ങളിലും ശശി തരൂരിന് വലിയ പ്രാമുഖ്യം നൽകുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ ചില ബന്ധത്തിൽ ഈ വിള്ളലുകളുണ്ടായി. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 UDF വലിയ മേൽക്കൈ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മേൽക്കൈ ഉണ്ടായാൽ മുഖ്യമന്ത്രിയാകാനായിട്ട് ഉടുപ്പ് തുന്നിയിരിക്കുന്ന ഒരു 1/2 ഡസനോളം നേതാക്കളുണ്ട് കോൺഗ്രസിൽ. ഈ 1/2 ഡസനോളം നേതാക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അവർക്ക് പോലും അറിയില്ല. അപ്പോൾ പിന്നെ ഒടുവിൽ നിശ്ചയിക്കാവുന്ന ഒരു കാര്യം അതല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അവിടേക്കും സാധാരണക്കാരായ ജനങ്ങൾ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ ഉയരുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നേതാവ് ശശി തരൂരാണ്. എന്തുകൊണ്ട് ശശി തരൂരിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിക്കൂടാ? നിയമസഭയിൽ ശശി തരൂരിനെ മത്സരിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട്ടിലെ ക്യാമ്പിൽ ശശി തരൂർ വന്നത് ആഹ്ലാദകരമാണെന്ന രീതിയിൽ നേതാക്കൾ ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ശശി തരൂർ തീ കോരിയിടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതിലിപ്പോ ആദ്യം പറഞ്ഞത് മാറി എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനേക്കാൾ ആവേശത്തോടെ ശശി തരൂരിനെ കൊണ്ടു നടന്നൊരു ഇടക്കാലമുണ്ട്. അതെ. ഈ മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്താണെന്നറിയോ? മുസ്ലിം ലീഗിന് കുറെ കൂടി ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയം വിലയിരുത്താനൊന്നും പറ്റില്ല. കാരണം മുസ്ലിം ലീഗിന് പറ്റിയത് ഈ BJPയെ, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ സഹായിക്കുന്ന നിലപാട് ശശി തരൂർ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ കോൺഗ്രസിനേക്കാൾ മുമ്പേ മുസ്ലിം ലീഗ് കളഞ്ഞു. മുസ്ലിം ലീഗിന് അതല്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയുണ്ട്. രാഷ്ട്രത്തോടൊപ്പം നിൽക്കുക, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കോൺഗ്രസ്. അത് ശശി തരൂർ നിന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനൊന്നും മുസ്ലിം ലീഗ് നിൽക്കില്ല. അതിനുള്ള ശേഷിയില്ല അവർക്ക്, അവർ ചെയ്യൂല. അപ്പോൾ മുസ്ലിം ലീഗ് ആദ്യമേ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു ഇഷ്യൂ, കോൺഗ്രസ്സിന് ശശി തരൂരിനെ സ്വീകരിച്ചാൽ ഗ്രൂപ്പ് കളിച്ചിട്ട് ഗ്രൂപ്പിന്റെ ബലത്തിൽ മാത്രം ആളായി നിൽക്കുന്ന ഈ 1/2 ഡസൻ ഔട്ടാവും. ആരും ഉണ്ടാവില്ല. ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ ആരും ഉണ്ടാവില്ല. ആരും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ആർക്കും ഈ 1ാം പദവി ഉണ്ടാവില്ല. അത് ഒരു ഭയപ്പെടുന്നുണ്ട്. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി ഞാൻ സൂക്ഷിച്ച് പറയാം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു പക്ഷേ BJPക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ശശി തരൂർ വരും 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 എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. വരണമെങ്കിൽ പ്രതീക്ഷ കൊടുക്കേണ്ടത് എവിടെയെന്നറിയോ? ശശി തരൂരിന്റെ സ്വപ്നമണ്ഡലത്തിൽ ഇനി ബാക്കിയുള്ളത് കേരള മുഖ്യമന്ത്രി പദവിയാണ്. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മത്സരിക്കാവുന്ന രാഷ്ട്രീയ ബലം BJP നേടുന്നത് എന്നോ അതിലേക്ക് സാധ്യമാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കാണാവുന്ന ഒരു പരുവത്തിൽ ശശി തരൂരിനെ വന്നുകൂടായികയില്ല. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ വന്നുകൂടായികയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അടുത്ത കാലത്തൊന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു BJPക്കാരൻ എന്ന സ്വപ്നം പോലും ഇപ്പോഴും കേരള BJPയുടെ തലയിൽ ഉദിച്ചിട്ടില്ല. അതിന് അങ്ങനെയാണെങ്കിൽ അത് ആയുസ് കളയുന്ന പണിയായിരിക്കും എന്ന് ശശി തരൂരിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പേര് ചീത്തയാക്കാതെ തന്നെ താനാക്കിയ കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ ഒന്നും ആയില്ലെങ്കിലും ശിഷ്ടകാലം, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ടേം പൂർത്തിയായാൽ, ഈ ലോക്സഭയിലെ ഈ ടേം പൂർത്തിയായാൽ അദ്ദേഹം ഒരു പക്ഷേ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയോ ബാക്കി കുറെ കൂടി സജീവമായ ക്രിയേറ്റീവ് വർക്കിന്, സാഹിത്യത്തിനും ഒക്കെ വേണ്ടി നീക്കിവെക്കുകയോ ഒക്കെ ചെയ്യാനാണ് സാധ്യത എന്നും അറിയുന്നുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന്. കാരണം അദ്ദേഹത്തിന് ഇനി ആ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫിൽ ഇനി പോകാൻ ഇടമില്ല. പിന്നെ സാധാരണ പ്രവർത്തകനായിട്ട് കോൺഗ്രസിൽ നിൽക്കുമെന്ന് പറയാമെന്നല്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാൾ അതല്ലല്ലോ ചെയ്യേണ്ടത്. ഞാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചു കൊള്ളാം എന്നൊക്കെ പറയേണ്ടത് വേറൊരു പണിക്ക് പറ്റാത്തവനാ. അങ്ങനെ പറയേണ്ട ഒരാളല്ലല്ലോ അദ്ദേഹം. അപ്പോൾ ശശി തരൂരിനെ ഇനി ഇരുത്താവുന്ന ഒരു പോസ്റ്റ് കോൺഗ്രസ് കൊടുക്കാൻ തയ്യാറല്ല. BJPക്ക് അങ്ങനെ ഒരു പോസ്റ്റ് വാഗ്ദാനം ചെയ്യാനുള്ള രാഷ്ട്രീയ ശക്തി നേടിയിട്ടുമില്ല. അതുകൊണ്ട് ശശി തരൂർ പതുക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് സാധ്യത. അത് മാന്യമായ ഒരു പോക്ക്, യാത്ര പറഞ്ഞു പോവാനോ അല്ലെങ്കിൽ മാന്യമായ ഒരു സൗഹൃദത്തോടെ നിർജീവമാകാനോ ഒക്കെയുള്ള ഒരു തുടക്കമായിരിക്കണം ഈ സജീവത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ചിരി അതിന്റെ സൂചനയാണ്. ശശി തരൂരിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കും, പക്ഷെ ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം. തീർച്ചയായിട്ടും അതാണ് ചോദ്യം. ആർക്കാണ് അതിന് സാധിക്കുക, എന്നാണ് സാധിക്കുക എന്നൊക്കെയാണ് ചോദ്യം. ശശി തരൂർ തീർച്ചയായിട്ടും ആ അർത്ഥത്തിലൊരു വാഗ്ദാനം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി കരുണാകരനെ പോലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. CM സ്റ്റീഫനെ ഉയർത്തി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. KR നാരായണനെ ഉയർത്തി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ദേശീയ തലത്തിൽ
ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് വരെ കേരളത്തിന് ചോദിക്കാവുന്ന ഒരാളായിരുന്നു ശശി തരൂർ. പക്ഷേ ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പരാജയം. ശശി തരൂരിന് കൊടുക്കാൻ തക്ക പദവികളൊന്നും BJPയുടെ കയ്യിലില്ല എന്നതാണ് BJPയുടെ പരാജയം. സമയം ഇനി ഉത്തരം നൽകുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.